അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, ചില വിഷയങ്ങൾ ഗൗരവത്തിൽ നാം എടുക്കേണ്ടതുണ്ട്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ ഓടിപ്പാഞ്ഞ് പഴയ കാലം മുതൽ ഇപ്പോഴും ചെറുപ്പക്കാരെ പോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് പ്രസംഗിക്കാൻ ഓടിപ്പായുന്ന ഒരു വലിയ പണ്ഡിതനാണ് മൗലാന പേരോട് ഉസ്താദ്. അത് ഇരു സംഘടനക്കാർക്കും അറിയാം. ഇവിടെ ഇന്ന് കേരളത്തിൽ APEK എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഘടനക്കാർ, മാത്രമല്ല 4 വിഭാഗം സുന്നികൾ. AP ഒരു സുന്നി, EK ഒരു സുന്നി, സംസ്ഥാന മറ്റൊരു സുന്നി, ദക്ഷിണ കേരള മറ്റൊരു സുന്നി. കേരളക്കരയിൽ ഈ 4 വിഭാഗവും സുന്നി ആശയക്കാരാണ്. സംഘടനയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. അതല്ലാതെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഇവർ 4 കൂട്ടരും ഒറ്റക്കെട്ടാണ്. അതിൽ യാതൊരു തർക്കമല്ല. ഈ 4 കൂട്ടരും ഒറ്റക്കെട്ടാണ്, യാതൊരു തർക്കമല്ല. അതിൽ നമ്മുടെ EK വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇന്ന് നമുക്കറിയാം സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ പാപ്പന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളേറ്റ് മേക്കേറാൻ വരണ്ട, ഞങ്ങൾ സുന്നത്തിൻ്റെ ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. മറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞങ്ങളിലുണ്ടാകും, പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നജീബ് മൗലവിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് അതിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയം പറയുന്നിടത്ത് 4 സുന്നികളും ഒറ്റക്കെട്ടാണ്. അതിൽ ഈ 4 വിഭാഗവും യെസ് വെച്ച ഒരു പണ്ഡിതനാണ്, സമ്മതിച്ച ഒരു പണ്ഡിതനാണ് മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകൾ. അത് EK വിഭാഗക്കാരാവട്ടെ, നജീബ് മൗലവിയുടെ സംസ്ഥാനക്കാരാവട്ടെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമക്കാരാവട്ടെ, അതുപോലെ തന്നെ പേരോട് ഉസ്താദ് നിലകൊള്ളുന്ന കാന്തപുരം വിഭാഗം ആവട്ടെ, എല്ലാവരും എസ് വെച്ച സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് അതിനെ ഏത് നിലക്കും സുന്നത്ത് ജമാഅത്തിന് എതിരായിട്ട് ആര് വന്നാലും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ കഴിവുള്ള ഒരു പണ്ഡിതൻ, അത് ഏറ്റവും വലിയ കഴിവുള്ള ഒരു പണ്ഡിതൻ, കഴിവ് മാത്രമല്ല ഏറ്റവും വലിയൊരു കഴിവുള്ള ഒരു പണ്ഡിതൻ, അത് മൗലാന പേരോട് ഉസ്താദാണ് എന്ന് ഉസ്താദിനെ സ്നേഹിക്കുന്ന എല്ലാവരും പറയും, സ്നേഹിക്കാത്തവരും പറയും. സ്നേഹിക്കാത്തവരും പറയാറെന്താണ്, ആ വിഷയത്തിന് പേരോട് AP ആണെങ്കിലും പേരോട് ആ വിഷയത്തിന് പേരോട് ഉഷാറാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം വിഭാഗത്തിലെ AP ഉസ്താദിൻ്റെ അനുയായികളാണെങ്കിൽ പറയും, പേരോട് ഉസ്താദ് ആ സംഗതി എങ്ങനെയാണെങ്കിലും പേരോട് ഉസ്താദിൻ്റെ മേലെ ചാടിക്കിടക്കാൻ ഇന്നാരെ കൊണ്ടും കഴിയില്ല, അങ്ങനെ പറയും. അല്ലാത്ത ആളുകൾ പറയുന്ന പേരോട് ഉസ്താദിൻ്റെ ഉസ്താദി എന്ന് കൂട്ടാതെ പേരോട് ആ വിഷയത്തിൽ കഴിവുള്ള ആളാട്ടോ, പേരോടിനെ ആ വിഷയത്തിൽ പേരോട് ഉസ്താദ് പേരോടന്നെ, അങ്ങനെയാണ് മറ്റുള്ള ആളുകൾ പറയാം. എന്നാൽ ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് പാഞ്ഞു നടക്കുന്ന ഈ പണ്ഡിതനെ ഇവിടെ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്ന് തെറിച്ചു പോയ ഇവരെങ്ങാനും ഈ സംഘടനയിൽ ഇന്നെങ്ങാനും നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ, പേരോട് ഉസ്താദിന് കറാമത്തുള്ളൊരു മനുഷ്യനും കൂടെയാണ് അദ്ദേഹം. അവിടെയാണ് നമ്മളെ പോയിന്റ്. പേരോട് ഉസ്താദ് ശക്തമായി ശരിക്ക് കറാമത്തുള്ളൊരു വ്യക്തിയാണ്. 2013 കാലയളവിൽ ആ സമയത്തെങ്ങാനും ഈ കോമാട്ടുചാലിൽ അദ്ദൂനെയും കൂട്ടരെയും നൗഷാദിനെയും പുറത്താക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും കൂട്ടരെ ഇവിടുത്തെ അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ സംഘടനയിൽ നിന്ന് പല ആളുകളെയും പുറത്താക്കിയിട്ടുണ്ട്, വലിയ വലിയ വൃക്ഷങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, വലിയ വലിയ കാതലുള്ള. എന്നിട്ടാ പിന്നെ നൗഷാദി
ഈ കീറാമുട്ടിയായ നൗഷാദ് പിന്നെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആ സമയത്ത് വലിയ വലിയ മുസ്തഫൽ ഫൈസിയെ പോലോത്ത, കക്കാട് ഫൈസിയെ പോലോത്ത, കക്കാട് ഫൈസിയൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ആരായിരുന്നു അറിയോ? SYSന് ഒരു ഹജ്ജ് ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കണമെങ്കിൽ കക്കാടല്ലാതെ വേറെ ആരെ കൊണ്ടും കയ്യിലായിരുന്നു. ആ സമയത്ത് SYSൻ്റെ ഹജ്ജ് ഗ്രൂപ്പിന് അമീറായിട്ട് പോകാൻ കക്കാടായിരുന്നു. അവിടെ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖിയിലും കൈവന്തിച്ച് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കക്കാടായിരുന്നു. കാരണം എന്തുകൊണ്ടറിയോ? എല്ലാ വർഷം നൂറുകണക്കിന് ആളുകളായിട്ട് ഹജ്ജിന് ചെല്ലുന്നു. ഏതാണ്ട് മാസങ്ങളിലൊക്കെ ഉംറക്ക് കക്കാട് SYSൻ്റെ ഗ്രൂപ്പിനായിട്ട് ചെല്ലുന്നു. അവിടെ എല്ലാവർക്കും സുപരിചിതനായി. അവിടുത്തെ മുത്തവകൾക്കും ഒക്കെ കക്കാടിനെ വലിയ പരിചയമായി. അപ്പോൾ കക്കാട് എന്ത് ചെയ്യും? കയറി ചെല്ലുമ്പോൾ അവർക്ക് അതൊരു വലിയൊരു വിഷയമാക്കൂല. അങ്ങനെ കക്കാട് ജന്നത്തുൽ ബഖിയിലും ജന്നത്തുൽ മുഅല്ലയിലും കൈപൊന്തിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു. നിന്ന് നടത്തിട്ട് വലിയ എന്നിട്ട് അത്രമാത്രം കക്കാട് ചെയ്തത് എന്തുകൊണ്ട്? SYSൻ്റെ തണലിലായിരുന്നു. SYS കൊണ്ട് കക്കാട് അറിയപ്പെട്ടിരുന്നു. അങ്ങനത്തെ കക്കാടിനെ വരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. സംഘടനയ്ക്ക് യോജിക്കാത്ത ആളുകളാണെന്ന് കാണലോടുകൂടെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടും ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായിട്ടില്ല. ഓലേതായ ലെവലിൽ പോയി. എന്നാൽ നൗഷാദിനെ 2013 നൗഷാദ് കോമാട്ടുചാലിൽ അതും കൂട്ടരും കയറിയാണ്ട് തേക്കിൻ്റെ ഈ പീക്കൾ കയറിയതുപോലെ തേക്കിൻ്റെ ഇലയിൽ പീക്കൾ കയറി കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ തിന്നുകാണ്ട് ഇറങ്ങുക എന്നുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടാകുക. കുറച്ച് നിങ്ങാണ്ട് വേറെ തുടിക്ക് പോകില്ല, അത് മുഴുവൻ തിന്നും. അങ്ങനത്തെ ഒരു പുഴുക്കളാണ് കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ പിന്നിൽ നിന്ന് മനസ്സിലാക്കി. ആ കറാമത്ത് ആർക്കുണ്ടായി? പേരോട് ഉസ്താദിനുണ്ടായി. മനസ്സിലാക്കണം കേട്ടോ, പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇതുണ്ടായത് കൊണ്ടാണ് പേരോട് ഉസ്താദ് അന്ന് മുതലക്കുളം മൈതാനയിൽ വെച്ചിട്ട് ഒരു സമ്മേളനം നടത്തിയിട്ട് ആ സമ്മേളനത്തിൽ നിന്ന് എടുത്ത് എറിഞ്ഞത്. അൻവരി, അബ്ദുസ്സമദ് അൻവരിയോ? ഏതാണ് ആ സാധനം എന്നാണ് ചോദിച്ചത്. ഏതാണ് ആ സാധനം എന്നൊക്കെ കേൾക്കുന്നത് ഞാൻ സൗദി അറേബ്യയിൽ ആയിഷ പള്ളിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ്. അപ്പോഴൊക്കെ എനിക്ക് പേരോട് ഉസ്താദിനോട് ഒരു വെറുപ്പായിരുന്നു തോന്നിയിരുന്നു. ഉള്ളത് പറയാലോ, നൗഷാദിനെ പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ ഒരു വെറുപ്പായിരുന്നു തോന്നിയത്. എന്തിനാ ആ പണിക്ക് നിന്നത്? എന്നാലും അയാളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുകയായിരുന്നു വേണ്ടിയിരുന്നത്. സുന്നത്തമായത്തിൻ്റെ കാര്യമല്ലേ, സുന്നത്തമായത്തിനെ ശക്തമായിക്കൊണ്ട് പ്രസംഗിക്കുന്ന ഒരാളല്ലേ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ ജിദ്ദയിൽ പല സംഘടനാ പ്രവർത്തകരും എനിക്ക് വിളിക്കുകയും ചെയ്തിരുന്നു, ഇനി ഞാൻ സംഘടനയിൽ സജീവമായിട്ടുണ്ടാവൂലട്ടോ എന്ന് പറഞ്ഞ്. പക്ഷേ അൽഹംദുലില്ലാ അന്ന് പേരോട് ഉസ്താദിൻ്റെ കറാമത്ത് പ്രകാരം ഈ വൃത്തികെട്ടവന്മാരെ നൗഷാദിനെയും കോമാട്ടുചാലിൽ അദ്ദുവിനെയും മറ്റുള്ളവരെയും പുറത്താക്കിയത് കൊണ്ട് ആ തേക്കിൻ്റെ പിന്നെ പുഴുക്കൾ കയറിയ മുഴുവൻ തിന്നതുപോലെ എത്തിയില്ല. കുറച്ച് കടിച്ചിട്ടുള്ളായിരുന്നു. അതെന്ത് ചെയ്തു? തല്ലിച്ചാടിച്ചു. ആ പുഴുക്കളെ തല്ലിച്ചാടിച്ചു. അതങ്ങനെ അങ്ങോട്ട് തിന്നാൻ കിട്ടാതെ ചത്തുപോയി ആണല്ലേ എന്നതുപോലെ ആയി. ആര്? ഈ കുരുവട്ടൂരികൾ. അതല്ലെങ്കിൽ ഇന്ന് സംഘടനയിൽ തന്നെ അടിയുണ്ടാക്കാൻ ഇവർ കാരണമാവും. ഒരു നുണയാണെങ്കിലും കുറേ വട്ടം പറയുമ്പോൾ എന്നാലും എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് എഴുതൂലേ? അങ്ങനെയാണല്ലോ ഇവർ പരിപാടി. ഇന്ന് ഇവിടെ സ്റ്റേജ് എത്തിയാൽ ഇവിടെ പറഞ്ഞത് തന്നെ അപ്പുറത്ത് പോയിട്ട് പറയുന്നത്, അതുപോലെ തന്നെ അപ്പുറത്ത് പോയി പറയണം. അപ്പോൾ ഈ നുണ ഇങ്ങനെ പറയണമല്ലോ. ഈ നുണ ഇങ്ങനെ പറയുമ്പോൾ കുറേ പറയുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ആൾക്കാർ വിചാരിച്ചാലോ? അൽഹംദുലില്ലാ നമ്മളെപ്പോലത്തെ ആളുകളുടെ യൂട്യൂബ് കാരണങ്ങൾ പല ആളുകളുടെയും സംശയങ്ങൾ മാറാൻ സാധിച്ചിട്ടുണ്ട്. അത് വേറെ വിഷയം. ഏതായാലും അങ്ങനത്തെ ആ പണ്ഡിതനൊക്കെ ഈ നൗഷാദൊക്കെ പറയുന്നത് കേട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അന്തം വിട്ടുപോകും. ഇവനെന്ത് സുന്യ, ഇവനെന്ത് മുസ്ലിമ, ഇവനെന്ത് മനുഷ്യനാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ആയതുകൊണ്ട് നമ്മളെല്ലാവരും സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ വിട്ടുകൊടുക്കരുത്. ഈ കള്ളത്വരീക്കത്തുകാരൊപ്പം കൂടിയിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരും നിൽക്കരുത്. നമുക്ക് നമ്മളുടെ ദീന്, നമ്മളുടെ ഉസ്താദുമാർ എന്നുള്ള നിലക്ക് പോകാൻ ശ്രമിക്കുക. പേരോട് ഉസ്താദിനെ ഈ കോമാട്ടുചാലിൽ നൗഷാദ് പറയുന്നത് ഒന്ന് കേട്ടോ കാണും. നഊദു ബില്ലാ
അള്ളാഹു ഇതുപോലത്തെ ആളുകളുടെ ഷെറിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ പേരോട് ഉസ്താദിനെ പോലത്തെ പണ്ഡിതന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അല്ല പേരോടൻ മൗലവി ശൈത്താൻ മുസ്ലിയാരെ ബുഹ്താൻ ത്വരീഖത്തിന്റെ പ്രസിഡന്റ്